ജാസി എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയോ ലക്ഷ്മി നല്ല ഉരുണ്ട കല്ല് കിടപ്പുണ്ട്. ഞാൻ നാട്ടുകാർ പറയുന്ന കേട്ട് ഇത് വന്നിട്ട് ചോദിക്കലേ എടുത്തെറിയും തലയ്ക്ക്. എന്തോ ഉപയോഗിച്ചെന്ന് നാണമില്ലേ ചോദിക്കാൻ? അല്ല ഇപ്പൊ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കണോ ഉപയോഗിച്ചോ ഇല്ലയോ എന്നൊക്കെ? അപ്പൊ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ജാസി എന്താണെന്ന് ജാസിക്കറിയാം, ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ആഷിക്കറിയാം ഞാൻ എന്താണെന്ന്, ഇപ്പൊ ജാസിക്കറിയാം. ഇപ്പൊ പുറത്തൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ വയ്യാതിരിക്കുന്നു, ആ ആളെ നമ്മൾ നോക്കുന്നത് വേറൊരു അർത്ഥത്തിലല്ല. ഒരാള് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരാണേലും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരാണേലും ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മ ആരാണേലും നമ്മൾ നോക്കും. നാട്ടുകാരെ പറ്റിക്കാൻ ഇപ്പോൾ നാട്ടുകാരെ കുറ്റം പറഞ്ഞാണ് എത്തിയിരിക്കുന്നത്. നാട്ടുകാരെ നിങ്ങളുടെ ചിന്താഗതിയാണ് പ്രശ്നം, ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെയല്ല. ജാസിയെ വെള്ളപൂശി ഒരു നന്മമരമാക്കി ചിത്രീകരിക്കാൻ. നമസ്കാരം കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജാസിയും ശ്രീലക്ഷ്മിയും വീണ്ടും എത്തിയിട്ടുണ്ട്. ജാസിയുടെയും ശ്രീലക്ഷ്മിയുടെയും നേർക്ക് വന്നൊരു ചോദ്യമാണ്. ശ്രീലക്ഷ്മിയുടെ അതിന് മറുപടി കൊടുക്കുന്നത് ജാസി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ജാസി വല്ല മോശമായിട്ടൊക്കെ അങ്ങോട്ട് പെരുമാറിയോ? അതിന് മറുപടിയായിട്ട് ശ്രീലക്ഷ്മി വെറുതെ ഉരുണ്ട കല്ലെടുക്കുന്നിടത്ത് മോദൊക്കെ വിളിച്ചറിയും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മറുപടിയാണ് ശ്രീലക്ഷ്മി കൊടുക്കുന്നത്. ജാസി എന്താണെന്ന് എനിക്കറിയാം, ഞാൻ എന്താണെന്ന് ജാസിക്കും അറിയാം. ഇതൊന്നും ആരോടും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. വയ്യാതെ കിടക്കുമ്പോൾ അയാൾക്ക് ചികിത്സ കൊടുക്കുന്നത് അല്ലെങ്കിൽ അയാളെ നോക്കുന്നത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ശ്രീലക്ഷ്മി ഇത് ആദ്യമായിട്ടല്ല. ശ്രീലക്ഷ്മി ആദ്യം നോക്കിക്കൊണ്ട് ഇതുപോലെ ശുശ്രൂഷയും ചികിത്സയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അലൻ ജോസ് പെരേരയ്ക്ക് കൂടെയായിരുന്നു. ആള് വിവാഹം കഴിക്കുന്നു, ആള് നോക്കുന്നു, ആള് അങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാനായിട്ട് മുമ്പന്തി നിന്ന ഒരാളാണ് ശ്രീലക്ഷ്മി. അത് കഴിഞ്ഞതാ മറ്റൊരാള് ലോകം ഓടായപ്പോൾ രേണുസുധിയുടെ കൂടെയായിരുന്നു കുറച്ച് നാളുണ്ടായിരുന്നത്. പിന്നീട് ഇതാ ഇപ്പോൾ ജാസിയുടെ കൂടെ. ആരാണോ ആ ടൈമിൽ വൈറലായി കുറച്ച് ഹൈപ്പോട് കൂടി നിൽക്കുന്നത് അവരുടെ കൂടെ കയറി അങ്ങോട്ട് ഒട്ടും. അങ്ങനെ ഒട്ടി ഇപ്പോൾ ജാസിയുടെ കൂടെയാണ് ഒട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജാസിയുടെ ഓപ്പറേഷനും കാര്യങ്ങളും സർജറിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ജാസിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോയാലും പരിരക്ഷയൊക്കെ വേണമല്ലോ. അതിന് ആരാണ് കൂടെ ഉള്ളത്? ഭർത്താവ് ഉള്ളപ്പോൾ പിന്നെ വേറെ ആരാ വേണ്ടത് ജാസിക്ക്? എന്നാലും ശ്രീലക്ഷ്മിയാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അതെന്താ ശ്രീലക്ഷ്മി കാര്യങ്ങൾ നോക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് ചർച്ചയായി. ഭർത്താവ് ഉള്ളപ്പോൾ ഭർത്താവ് നോക്കിയാൽ പോരെ, ആഷിക്ക് അവിടെ വേറെ എന്താ പരിപാടി? വേറെ പണിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജാസിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആഷിക്ക് എന്താ കുഴപ്പം ഉള്ളപ്പോൾ പിന്നെന്തിനാ ശ്രീലക്ഷ്മി? ജാസി ഡൗൺ സർജറി ചെയ്തിട്ടില്ല, അപ്പ് സർജറി മാത്രമാണ് ആള് ചെയ്തിരിക്കുന്നത്. ജാസിനെ കുളിപ്പിക്കാനും ജാസിയുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കാനും എല്ലാം ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊതുവെ കുറച്ച് പേർക്കൊക്കെ സംശയം. ഇത് സംശയം തോന്നാൻ കാരണം ശ്രീലക്ഷ്മി തന്നെയാണ്. ശ്രീലക്ഷ്മി എന്നോട് വന്ന് പറഞ്ഞേ എന്നെല്ലാം തുറന്നു കാണിച്ചു. അത് നമുക്ക് വിശ്വസിച്ചേ പറ്റൂ. കാരണം ധന്യയെ, അതായത് ഹെലോസ് പാർട്ടിയെ എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് തന്നെ അത് ഹെലൻ തന്നെ വന്ന് പറഞ്ഞു, ധന്യ തന്നെ വന്ന് പറയുകയും ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു എന്ന്. അപ്പോൾ സ്വാഭാവികം അതും 2020 മുതൽ പരിചയമുള്ള ഹെലനെ ഇപ്പോൾ സർജറി കഴിഞ്ഞ് ജാസിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ശ്രീലക്ഷ്മിയെ പലതും കാണിച്ചിട്ടുണ്ടാവില്ലേ എന്നുള്ളൊരു സംശയം പൊതുവേ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അതിനൊരു മറുപടിയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മി കൊടുത്തിരിക്കുന്നത്. ആ ആള് ചോദിക്കുന്നുണ്ട്, ജാസി എങ്ങനെയാ വളരെ മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടോ? വല്ല കല്ലെടുത്ത് എറിയും ഞാൻ. ജാസി എന്തെങ്കിലും മോശമായ രീതിയിൽ പെരുമാറിയോ ലക്ഷ്മി? നല്ല ഉരുണ്ട കല്ല് കിടപ്പുണ്ട്. ഞാൻ നാട്ടുകാർ പറയുന്ന കേട്ട് ഇത് വന്നിട്ട് ചോദിക്കലേ എടുത്തെറിയും തലയ്ക്ക്. നാട്ടുകാർ ചുമ്മാ പറഞ്ഞതല്ലല്ലോ. നാട്ടുകാരുടെ മുന്നിൽ താങ്കൾ തന്നെയാണ് ഇതുപോലെ മീഡിയാസിനൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നത്. ജാസിനെ നോക്കുന്നത് ഞാനാണ്, ജാസിയുടെ ബോഡിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് ഞാനാണ്, എല്ലാം ഞാൻ കാണുന്നുണ്ട്, കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് താങ്കൾ തന്നെയാണ്. അത് സുഹൃത്തായതുകൊണ്ട് എന്നെ എല്ലാം കാണിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. കാരണം ജാസി എന്ന് പറയുന്ന വ്യക്തി എന്തൊക്കെ സർജറിയാണ് ചെയ്തിരിക്കുന്നത് നാട്ടുകാർ എന്നെ റിനയിലൊക്കെ വിളിച്ച് ചോദിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നാട്ടുകാരെ ഇങ്ങനെ ദിവ്യഗർഭവും അതായത് ഫേക്ക് ഗർഭവും കുറേ കാര്യങ്ങളൊക്കെ പച്ചക്കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കുമ്പോൾ, നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ നാട്ടുകാർ ഇടപെടും, സോഷ്യൽ മീഡിയ ഇടപെടും, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഇടപെടും. അങ്ങനെ ഇടപെട്ട് ജാസിയുടെ കള്ളത്തരങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്നു. അപ്പോഴാണ് ഒരു സർജറി എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ജാസിയെ സംബന്ധിച്ച് ജാസി ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ജാസിക്ക് ഡൗൺ സർജറി ചെയ്യാൻ പേടിയാണ്, അത് ചെയ്യില്ല എന്ന്. അതിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ഒരുപാട് പേര് രക്തസാക്ഷികളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൗൺ സർജറി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതിൽ ഇല്ലെന്ന് പറയുന്നു, പക്ഷെ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. മരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇപ്പോഴത്തെ മാറ്റിയതായിരിക്കും അതെനിക്കറിയില്ല.
ഇപ്പം ആ ജാസി തന്നെ പറഞ്ഞിട്ടുണ്ട് ഡൗൺ സർജറി ഞാൻ ചെയ്യില്ല, എനിക്ക് പേടിയാണെന്ന്. അപ്പോൾ എന്ത് സർജറിയാണ് ജാസി ചെയ്തത്? ജാസി ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു, ഇനി പ്രസവിക്കാനെങ്ങാനും പോയതാണോ എന്ന് നാട്ടുകാർക്ക് മൊത്തം അങ്ങോട്ട് സംശയം. അങ്ങനെയാണെങ്കിൽ ചരിത്രമല്ലേ, ഗർഭപാത്രമില്ലാത്ത ഒരാൾ പ്രസവിക്കുക എന്ന് പറയുന്നത് ചരിത്രമല്ലേ? അങ്ങനെയൊക്കെ നടക്കുമോ? അപ്പോൾ ഇത്ര നാൾ നമ്മൾ പഠിച്ചതും ഈ സ്ത്രീകൾ ഈ പീരീഡ്സ് മുതൽ ഉള്ള 13 വയസ്സ് മുതൽ അവരനുഭവിക്കുന്ന പെയിനും കാര്യങ്ങളും അതിനൊക്കെ എന്ത് വാല്യൂ ആണുള്ളത്? അതൊന്നുമില്ലാതെ എത്രയോ സ്ത്രീകൾ കുട്ടികൾ പോലും ഇല്ലാതെ വിഷമിച്ച് നടക്കുന്നു. അവരെയൊക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ, അവരൊക്കെ കളിയാക്കുന്ന രീതിയിൽ, സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്ന രീതിയിൽ ജാസി ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടന്നപ്പോൾ തീർച്ചയായിട്ടും അമ്മ പെങ്ങന്മാരുള്ളവരൊക്കെ അതെടുത്ത് റിയാക്ട് ചെയ്തു. അപ്പോഴതാ ജാസി വയറ്റിൽ വെച്ചിട്ടുള്ള ആ ബലൂണൊക്കെ എടുത്ത് മാറ്റി, കുറെ കിടക്കെ ബലൂൺ എന്തോ തലോണ എന്തൊക്കെയോ എടുത്തിട്ടോ അതെല്ലാം എടുത്ത് മാറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന രംഗമാണ് കാണുന്നത്. 2 സൈഡ് മുടിയൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ എന്താ പ്രസവിച്ചോ എന്ന് നാട്ടുകാർക്കൊരു സംശയം തോന്നി. നാട്ടുകാരത് വിളിച്ച് ചോദിച്ചു. ജാസിയുടെ ആ സർജറി എന്നല്ല കഴിഞ്ഞിരിക്കുന്നേ, ജാസിയുടെ സർജറി വേറെ സർജറിയാണ്, സിലിക്കോൺ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സർജറിയാണ്. സത്യങ്ങൾ അറിയുകയും സത്യങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയും ചെയ്തു. ഇത് ജാസിക്ക് സഹിക്കോ? ജാസിയുടെ കള്ളത്തിലൊക്കെ പൊളിഞ്ഞല്ലേ, ഞാൻ സർജറി ചെയ്ത് ഇന്നാടി എന്ന് വന്നുകൊണ്ട് ധന്യനെ കാണിച്ചു. അവരൊക്കെ അതൊക്കെ കഴിഞ്ഞല്ലോ. ആ സമയത്താണ് ജാസിയെ വെള്ള പൂശാനായിട്ട് ശ്രീലക്ഷ്മി വരുന്നത്. ശ്രീലക്ഷ്മി അങ്ങനെയാണ് കുറച്ച് നാൾ അലൻ ജോസ് പെരേരയുടെ കൂടെ നടന്നു. ആളും ചില കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടിയിട്ട്, നാട്ടുകാരുടെ മുന്നിൽ ഞാൻ അങ്ങനത്തെ ഒരാളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചില പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കാൻ ഒരു ഫേക്ക് കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ ഫേക്ക് കല്യാണം കഴിച്ചതിലെ ആ മണവാട്ടിയാണിത്. ഇപ്പം മുടിയൊക്കെ വെട്ടി ആള് വേറെ ഒരു ഇതായിട്ട് വന്നിരിക്കുകയാണ്. ആൾ തിരിച്ചറിയാതിരിക്കാനായിരിക്കും കൊച്ചുകൊള്ളി. പക്ഷെ എല്ലാവർക്കും മനസ്സിലായി കുറച്ചാൾ രേണുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാ ജാസിയുടെ കൂടെ. ആർക്കാണോ സോഷ്യൽ മീഡിയയിൽ ഹൈപ്പ് ഉള്ളത് അവരുടെ കൂടെ കയറി ഇങ്ങോട്ട് ഒട്ടും. അങ്ങനെ ഒട്ടി ജാസി എല്ലാം എന്നെ കാണിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് സംശയം തോന്നി. ഇവിടെ വന്ന് പറഞ്ഞോണ്ടല്ലേ എല്ലാവർക്കും ഡൗട്ട് തോന്നിയത്. നാണമില്ലേ ചോദിക്കാൻ? അല്ല ഇപ്പൊ നിങ്ങളെയൊക്കെ ബോധിപ്പിക്കണോ ഉപയോഗിച്ചോ ഇല്ലയോ? അല്ല, നാണമില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ പറയാൻ? ഈ സോഷ്യൽ മീഡിയയിൽ കയറി വന്നിട്ട് 2020 മുതൽ പരിചയപ്പെട്ട എന്താ പറയുക ധന്യയെ തുറന്ന് കാണിച്ചതാണോ കുഴപ്പം എന്നൊക്കെ പറയാം. എത്ര സുഹൃത്തുക്കളാണെങ്കിലും നമ്മളൊരു സ്ത്രീയെ സംബന്ധിച്ച സ്ത്രീ ഒരിക്കലും മറ്റൊരു സ്ത്രീ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ തുറന്ന് കാണിക്കാൻ നിൽക്കില്ല. എന്താണെന്ന് എനിക്കറിയാം, ജാസി എന്താണെന്ന് ജാസിക്കറിയാം, ഞങ്ങൾ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പൊ ആഷിക്കറിയാം ഞാൻ എന്താണെന്ന്, ഇപ്പൊ ജാസിക്കറിയാം. ഇപ്പൊ പുറത്തൊരാളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഒരാൾ വയ്യാതിരിക്കുന്നു, ആ ആളെ നമ്മൾ നോക്കുന്നത് വേറൊരു അർത്ഥത്തിലല്ല. ഒരാള് ഒരു സർജറി കഴിഞ്ഞ് കിടക്കുന്നു, നമ്മുടെ കുടുംബത്തിൽ ഉള്ളവരാണേലും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവരാണേലും ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മ ആരാണേലും നമ്മൾ നോക്കും. ഒരമ്മ വന്ന് മോന് വേണ്ടി പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്, എൻ്റെ മോനെ വിട്ടു തരുമെന്ന്. അപ്പോൾ അലിവ് തോന്നാത്ത ഇവളൊക്കെയാണ് ഇപ്പൊ വന്നിട്ട് കിടന്ന് പറയുന്നത് ആരായാലും നോക്കും, ഒരമ്മ വയ്യാത്ത ഒരാളെ നോക്കും എന്ന്. ആദ്യം പോയി സ്വന്തം കുടുംബത്തിലുള്ളവരെ നോക്കണം അല്ലേ? സോഷ്യൽ മീഡിയയിൽ ജാസി നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. അത് ജാസി നിൽക്കുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ, ജാസിക്ക് ബിഗ് ബോസിൽ കയറി പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാട്ടി കൂട്ടുന്നത് ജാസി. അങ്ങനെ ജാസി ഇങ്ങനെ ഓരോ കണ്ടന്റ് ഉണ്ടാക്കി ജാസി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ കയറി ഒട്ടിയിട്ട് നാട്ടുകാരിപ്പോൾ ഇങ്ങനെ ചോദിച്ചതാണ് ശ്രീലക്ഷ്മിക്ക് പ്രശ്നമായിരിക്കുന്നത്. ജാസി ഇതിനൊന്നും മറുപടി പറയുന്നില്ല. വളരെ നാണിച്ച് സിന്ദൂരമൊക്കെ തൊട്ടിട്ടുണ്ട്. സിന്ദൂരമൊക്കെ തൊട്ടിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞല്ലോ, അപ്പോൾ സിന്ദൂരം തൊടണം. അത് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്, കയ്യിലും മൈലാഞ്ചി സിന്ദൂരമൊക്കെ തൊട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊള്ളാം, നന്നായിട്ടുണ്ട്, എന്തായാലും കൊള്ളാം. ഇനി എത്ര നാളാണ് ജാസിയുടെ കൂടെ എന്നുള്ളത് കണ്ടറിയാം. ഈ ആഷി എവിടെ പോയി? ജാസി മോശമായി പെരുമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, അത് ശ്രീലക്ഷ്മി അറിയുന്നുണ്ട്. പിന്നെന്തിനാ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് ബോധ്യപ്പെടുത്തുന്നേ? അല്ല, ആ സമയത്ത് എന്തിനാവും സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെയാണ്? അതുകൊണ്ടല്ലേ നാട്ടുകാർ ഇടപെട്ടത്. നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തിനാ വന്ന് ബോധ്യപ്പെടുത്തുന്നത്? മിണ്ടാതെ അവിടെ ഇരുന്നാൽ പോരെയല്ലോ. നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവർക്ക് ഭ്രാന്തായിട്ടാണ്. പിന്നെന്തിനാണാവോ ഇപ്പോൾ വന്നിട്ട് ബോധ്യപ്പെടുത്തുന്നത് നാട്ടുകാരെ? അപ്പോൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. നാണമില്ലേ ചോദിക്കാൻ എന്ന് പറയുന്നുണ്ട്. നാണമില്ലേ ഇങ്ങനെയൊക്കെ വന്ന് പറയാനായിട്ട്? ഇച്ചിരി നാണമില്ലേ? എന്തായാലും ശ്രീലക്ഷ്മിയും ജാസിയും കൂടി അടുത്ത വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട് നാട്ടുകാരെ പറ്റിക്കാൻ. ഇപ്പോൾ നാട്ടുകാരെ കുറ്റം പറഞ്ഞാണ് എത്തിയിരിക്കുന്നത്. നാട്ടുകാരെ നിങ്ങളുടെ ചിന്താഗതിയാണ് പ്രശ്നം, ഞാൻ അന്ന് പറഞ്ഞത് അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജാസിയെ വെള്ളപൂശി ഒരു നന്മമരമാക്കി ചിത്രീകരിക്കാനൊക്കെ അടുത്ത വീഡിയോയുമായിട്ട് 2 ആളും എത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.